ഡോക്ടർ, പലരെയും പ്രായഭേദമന്യേ പലരെയും ബാധിക്കുന്ന ഒരു രോഗമാണ് മൈഗ്രെയിൻ. എന്താണ് മൈഗ്രെയിൻ? എത്രത്തോളം ഗുരുതരമാണ് ഈ ഒരു രോഗാവസ്ഥ? മൈഗ്രെയിൻ എന്ന് പറഞ്ഞാൽ ഒരുതരം തലവേദനയാണല്ലോ. ഒരു വശത്ത് മാത്രമായിരിക്കും സാധാരണയായിട്ട്. അത് ഒരു പ്രാവശ്യം വലതുവശമാണെങ്കിൽ അടുത്ത പ്രാവശ്യം ചിലപ്പം ഇടതുവശമായിരിക്കും. അങ്ങനെ മാറി മാറി വരാം. ചിലപ്പം ചില 3-4 അറ്റാക്സ് ചിലപ്പം വലതുവശത്ത് തന്നെ ആയിരിക്കാം, ചിലപ്പം ഇടതുവശത്തായിരിക്കാം. കുറച്ച് കഴിഞ്ഞാൽ അത് രണ്ട് തല പരിപൂർണമായിട്ടും മൊത്തത്തിലും വരാം. തലവേദനയുടെ കൂടെ തന്നെ തലവേദന കൈവച്ച് തമർത്തുമ്പോൾ വലിയ ടെൻഡർനെസ്, അതായത് പെയിൻ ഉണ്ട്, പേഷ്യൻ്റ് അനുഭവപ്പെടാം. കഴുത്തിൽ ചിലപ്പം വേദന വരാം. ഇത് ആക്ച്വലി ഒരു 4 മണിക്കൂറെങ്കിലും നീണ്ടു നിൽക്കുകയും ചെയ്യും. മിനിമം അത് ഒരു 3 ദിവസത്തേക്ക് വേണമെങ്കിലും നീണ്ടു നിൽക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഛർദ്ദിക്കാനുള്ള ഒരു ടെൻഡൻസി കാണും. അത് ഛർദ്ദൽ കഴിഞ്ഞാൽ ഒരു റിലീഫ് ഉണ്ടാവും. ഉറങ്ങിയാലും കുറയുമായിരിക്കും. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വെളിച്ചം കാണാൻ ഒരു അരോചകമായിരിക്കും. വെളിച്ചം വേണ്ട എന്ന് തോന്നി നമുക്ക് ലൈറ്റ് ഓഫ് ചെയ്തിരിക്കാൻ തോന്നും. പിന്നെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ ദേഷ്യം വരും തലവേദനയുള്ളപ്പം. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചില സ്മെല്ലുകൾ നമുക്ക് ഇഷ്ടപ്പെടില്ല. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് വിഷ്വൽ ഓറ, അതായത് മൈഗ്രെയിൻ്റെ കൂടെ തന്നെയോ അതില്ലെങ്കിൽ മൈഗ്രെയിന് തൊട്ട് മുമ്പോ നമുക്ക് ചില ഫ്ലാഷസ് ഓഫ് ലൈറ്റ് കാണാം. അതായത് മിന്നി വരുന്ന പ്രകാശമായിട്ടോ അല്ലെങ്കിൽ ചിലപ്പം കറുത്ത പൊട്ടായിട്ടോ വല്ലതും കാണാം. ചിലപ്പം കോട്ടയുടെ മതിലുകൾ പോലെ നമുക്ക് ചില ഒരു വിഷ്വൽ ഓറ നമുക്ക് ഉണ്ടാകാം. അപ്പം അത് കുറച്ച് നേരത്തേക്ക് 5 മിനിറ്റ് മുതൽ 30 മിനിറ്റ് നേരത്തേക്ക് വേണ്ടിയെങ്കിലും നീണ്ടു നിൽക്കാൻ, ചിലപ്പോൾ മാക്സിമം ഒരു 1 അവർ എങ്കിലും നമുക്ക് ഉണ്ടാവാം ഈ വിഷ്വൽ സിംറ്റംസ്. ചില സമയത്ത് തലവേദന ഇല്ലാതെയും ഇത് ഓറ മാത്രമായിട്ട് വന്നിട്ട് പോകാം. തലവേദന ഇല്ലാതെ തന്നെ തലവേദന ഉണ്ടാവുകയാണെങ്കിൽ തന്നെയും അത് ഇത്രയും നേരം, അതായത് 3 ദിവസത്തേക്ക് നീണ്ടു നിൽക്കാം. ചില സമയത്ത് ഒരു 4 മണിക്കൂർ, മിനിമം ഒരു 4 മണിക്കൂറെങ്കിലും. വളരെ ചെറിയ തരത്തിലുള്ള തലവേദനയാണെങ്കിൽ ചെറിയ ഒരു അരമണിക്കൂറൊക്കെ നീണ്ടു നിൽക്കുന്ന മൈൽഡായിട്ട് വന്നിട്ടും പോകാവുന്നതാണ്. പിന്നെ സാധാരണമായിട്ട് മൈഗ്രെയിൻ വരുന്നവർക്ക് ഇത് എപ്പോഴും ഉണ്ടാവണമെന്നില്ല. ചില ദിവസങ്ങളിൽ ഒരാഴ്ചയിൽ ഒരു പ്രാവശ്യം, അല്ലെങ്കിൽ ഒരു അറ്റാക്ക് എന്ന് പറയുന്നത് ചിലപ്പോൾ 3 ദിവസം വരെ നീണ്ടു നിൽക്കാം. ചില സമയത്ത് ആഴ്ചയിൽ 2 പ്രാവശ്യം ഉണ്ടാവാം. ചിലപ്പം ഒരു മാസത്തിൽ തന്നെ പലതവണ വരാം. ഇത് ചികിത്സ തന്നെയും നമ്മൾ ആലോചിക്കുന്നത് എത്ര പ്രാവശ്യം ഇത് വരുന്നു ഒരു മാസത്തിൽ, അല്ലെങ്കിൽ നമുക്ക് ഇതൊന്നും ചെയ്യാതിരിക്കുക. അതായത് മൈഗ്രെയിൻ വരുമ്പോൾ നമുക്ക് ഒരുമാതിരി ഒരു ഫെറ്റീഗ്, അതായത് നമുക്കൊരു ക്ഷീണമൊക്കെ അനുഭവപ്പെടാം. തല ചിലപ്പം നമ്മൾ കെട്ടിവെക്കുകയോ തലയിൽ മസാജ് ഒക്കെ അറിയാതെ അങ്ങ് ചെയ്തു പോകും, ഇരുട്ടത്തിരിക്കുകയൊക്കെ ചെയ്തു പോകും. അപ്പം ഒരു 15 ഡേയ്സ്, അതായത് ഒരു മാസത്തിൽ അത്രയും കൂടുതൽ പ്രാവശ്യം തലവേദന വന്നാലാണ് നമ്മൾ സാധാരണയായി ചികിത്സ വരാതിരിക്കാനുള്ള പ്രിവെൻറ്റീവായിട്ടുള്ള ചികിത്സ തേടുന്നത്. അല്ലാതെ കംപ്ലീറ്റ് ക്യൂർ ചെയ്യുന്ന അസുഖമല്ല. ഏജ് അഡ്വാൻസ് ചെയ്യുമ്പോഴത്തേക്കും, ഒരു ആഫ്റ്റർ 50 ഒക്കെ ആകുമ്പോഴത്തേക്കും, 50 വയസ്സ് പ്രായമൊക്കെ ആകുമ്പോഴത്തേക്കും സാധാരണഗതിയിൽ മൈഗ്രെയിൻ പ്രായം കൂടുന്തോറും കുറഞ്ഞു വരുന്ന അതില്ലാതാവുന്നതായിട്ടാണ് കാണുന്നത്. സാധാരണയായിട്ട് ഫാമിലി ഹിസ്റ്ററി കാണും. അച്ഛനോ അമ്മയ്ക്കോ അവരുടെ ചെറുപ്പകാലത്ത് ഈ മൈഗ്രെയിൻ സാധാരണയായിട്ട് ചെറുപ്പകാലത്താണ് തുടങ്ങുന്നത്. വളരെ ലേറ്റ് ഓൺസെറ്റ് മൈഗ്രെയിനും ഉണ്ടാവാറുണ്ട്. അപ്പം അച്ഛനും അമ്മയ്ക്കും ചിലപ്പം കാണത്തില്ല. ചിലപ്പം അവരുടെ തന്നെ പേരൻസ്, അതായത് ഗ്രാൻഡ് പാരൻസിനായിരുന്നു, അമ്മയുടെ വഴിയിലോ അച്ഛൻ്റെ വഴിയിലോ ഉള്ള ഗ്രാൻഡ് പാരൻസിലും ചിലപ്പം ഹിസ്റ്ററി എടുത്താൽ കാണാം. അപ്പം ചിലപ്പം നമ്മൾ ഹിസ്റ്ററി ചോദിക്കുമ്പം അച്ഛനും അമ്മയ്ക്കും ഉണ്ടോ എന്ന് ചോദിച്ചാൽ അയ്യോ ഞങ്ങൾക്ക് ആർക്കും ഇല്ല എന്ന് പറയാം. ചിലപ്പോൾ അവരുടെ ഗ്രാൻഡ് പാരൻസിനോ അവരുടെ തന്നെ അങ്കിളോ ആൻറ്റിക്കോ ഒക്കെ ഈ തരത്തിലുള്ള തലവേദന ഉണ്ടാവാറുണ്ട്. ഛർദ്ദിക്കാൻ ഉള്ള ടെൻഡൻസി ഉള്ളതുകൊണ്ട് നമുക്ക് വളരെ അലോസരമായിരിക്കും. ഛർദ്ദിച്ചു കഴിഞ്ഞാൽ മാറുകയും ചെയ്യും. പിന്നെ ഇത് വരാനുള്ള കാരണങ്ങൾ, അതായത് എന്തൊക്കെ ഇത് പ്രസിപ്പിറ്റേറ്റ് ചെയ്യാം എന്നുള്ളതും കൂടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. കാരണം കുറേയൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ട്രീറ്റ്മെൻറ്റ് എന്നാണല്ലോ. വെറുതെ മരുന്ന് കഴിക്കുന്നതിനേക്കാളും നമുക്കിത് വരാതിരിക്കാൻ എന്തൊക്കെ ചെയ്താൽ നമുക്ക് വരാതിരിക്കാം എന്നുകൂടെ നോക്കാം. അതായത് ഇപ്പം വലിയ ടെൻഷൻ നമുക്ക് പ്രസിപ്പിറ്റേറ്റ് ചെയ്യാം. പിന്നെ ഉറക്കമില്ലായ്മ, നമുക്ക് എന്തെങ്കിലും കാരണവശാൽ നമുക്ക് ഉറക്കമില്ലായ്മ ഉണ്ടാകാം, അല്ലെങ്കിൽ ഉറക്കം വരാതിരിക്കാം. അല്ലെങ്കിൽ ചില സമയത്ത് ഉറക്കം തടസ്സപ്പെടുത്തുന്ന രീതിയിൽ നമുക്ക് എന്തെങ്കിലും വീട്ടിൽ വിഷയങ്ങളുണ്ടാവാം. അന്ന സമയത്ത് ഉറങ്ങാതിരിക്കുക എന്തെങ്കിലും ചെയ്താലും തലവേദന വരാം. പിന്നെ രണ്ടാമതായിട്ട് ഭക്ഷണം കഴിക്കാതിരുന്നാൽ, അതായത് ഒരു മീൽ മിസ് ചെയ്താലും നമുക്ക് തലവേദന വരാം. പിന്നെ യാത്ര ചെയ്താൽ, വെയിൽ കൊണ്ടാൽ ഒക്കെ തലവേദന വരാം. ഇതൊക്കെ നമുക്ക് പ്രിവെൻറ്റബിളാണ്. അതായത്
യാത്ര ചെയ്താൽ വെയിലത്ത് യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു കുട എടുക്കാം. യാത്ര കഴിയുന്നതും അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല, ചില സന്ദർഭങ്ങളിൽ യാത്ര ചെയ്യേണ്ടി വരികയാണെങ്കിൽ യാത്ര ചെയ്യണം. അവോയ്ഡ് ചെയ്യുന്ന സ്ഥലത്ത് അവോയ്ഡ് ചെയ്യാം. പിന്നെ ഭക്ഷണം മിസ് ചെയ്യാതെ നോക്കാം. എന്തെങ്കിലും എവിടെയെങ്കിലും യാത്ര ചെയ്യുകയാണെങ്കിൽ കരുതി കയ്യിൽ ഭക്ഷണം വെച്ചിരിക്കാം. ഉറക്കം അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഉറക്കം ഇല്ലാതിരിക്കാനായിട്ട് എന്തെങ്കിലും കാരണം ഉണ്ടെങ്കിൽ അതൊക്കെ അവോയ്ഡ് ചെയ്യാം. ആരെങ്കിലും ആ കാര്യങ്ങൾ ഏൽപ്പിക്കാം. ഇതൊക്കെ സാധാരണയായിട്ട് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്.